ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വൃത്തി 2025 ദേശീയ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കമായി. പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസവത്തിൽ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ സമീപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഓശാന ഞായറിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ. സപ്ലൈകോ വിഷു ഈസ്റ്റർ വിപണികൾ നാളെയും പ്രവർത്തിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 181 റൺസ് വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് കിരീട പോരാട്ടം. വാർത്തകൾ വിശദമായി. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി 2025 ദേശീയ കോൺക്ലേവിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തലത്തിൽ ചെറിയ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ആരംഭിക്കണമെന്നും ക്രമേണ അത് വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി MP രാജേഷ് സന്നിഹിതനായി. കോൺക്ലേവുമായി ബന്ധപ്പെട്ട പ്രദർശനം നാളെയുമുണ്ടാകും. നാടിന്റെ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണം അനുവദിച്ചത്. പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളും കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഏജൻസികളും സന്നദ്ധ സംഘടനകളും പദ്ധതിയിൽ പങ്കാളികളാകാമെന്നും കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി സർക്കാർ നടപ്പാക്കുന്ന ടൌൺഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് ഇന്ന് രാവിലെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഇന്നലെ തന്നെ 17 കോടി രൂപ സർക്കാർ കെട്ടിവച്ചിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലം അളന്നുതിരിച്ചു. JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് തേയിലച്ചെടികൾ പിഴുതുമാറ്റുന്ന നടപടികളും ആരംഭിച്ചു. വളരെ വേഗത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചത്. കഴിഞ്ഞ മാസം 25-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൌൺഷിപ്പിനായുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അതേസമയം മതിയായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്നാരോപിച്ച് എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളും രംഗത്തു വന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതേസമയം വെല്ലുവിളികൾ മറികടന്ന് വയനാട് പുനരധിവാസം പൂർത്തീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസവം ഉൾപ്പെടെയുള്ള ആരോഗ്യ സാഹചര്യങ്ങളിൽ അശാസ്ത്രീയവും തെറ്റായതുമായ സമീപനങ്ങൾ കൈക്കൊണ്ടാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ്, ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 567 കോടി രൂപ ചെലവിൽ കോഴിക്കോട് സ്ഥാപിക്കുന്ന സംസ്ഥാന അവയവമാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും കൂടാതെ ഉടനടിയുള്ള വായ്പ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ്. ബ്ലാക്ക് ലൈൻ എന്ന കമ്പനിയുടെ പേരിൽ ലോൺ തട്ടിപ്പ് വ്യാപകമാണ്. ഫോണിന്റെ നിയന്ത്രണം ആവശ്യപ്പെടുന്ന വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കണം എന്നും പോലീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് യോഗം ചേരും. രാവിലെ മതമേലധ്യക്ഷന്മാരുടെ യോഗവും വൈകിട്ട് സർവകക്ഷി യോഗവും നടക്കും. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. ലഹരിക്കെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2301 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പോലീസ്. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 126 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 137 പേർ അറസ്റ്റിലായെന്നും പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ചരിത്രം കുറിച്ച് സ്വർണ്ണവില. കേരളത്തിൽ ഒരു പവന്റെ വില 70,000 പിന്നിട്ടു. ഇന്ന് പവന് 70,160 രൂപയും ഗ്രാമിന് 8,770 രൂപയുമാണ് വില. പവന് 200 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ലോകവിപണിയിലും കഴിഞ്ഞ ദിവസം സ്വർണം നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മധ്യവേനൽ അവധിക്കാലമായതിനാൽ ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. കടുത്ത വേനൽച്ചൂടിൽ നിന്നും താൽക്കാലിക ആശ്വാസം തേടിയും കുടുംബാംഗങ്ങളോടൊത്ത് ഉല്ലാസയാത്രയും ലക്ഷ്യമിട്ടാണ് കൂടുതൽ പേരും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വേനലവധിക്കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ മധ്യവേനലവധിക്കാലത്ത് DTPCയുടെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം എത്തിയത് 10,30,485 സഞ്ചാരികളാണ്. വാഗമൺ, മൊട്ടക്കുന്ന്, സാഹസിക പാർക്ക്, മാട്ടുപ്പെട്ടി ഡാം, ഹിൽവ്യൂ പാർക്ക്, രാമക്കൽമേട്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ആമപ്പാറ, അരുവിക്കുഴി, പാഞ്ചാലിമേട്, SN പുരം, മലങ്കര തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. DTPCയുടെ കീഴിലുള്ള എല്ലാ കേന്ദ്രങ്ങളും ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരിച്ചു. കോഴിക്കോട് രൂപതയെ മെട്രോപൊളിറ്റൻ അതിരൂപതയായും കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാൽക്കലിനെ മെട്രോപൊളിറ്റൻ രൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു. നാളെ ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇതോടെ വിശുദ്ധ വാരത്തിന് നാളെ തുടക്കമാകും. സപ്ലൈകോയുടെ എല്ലാ വിഷു ഈസ്റ്റർ ഫെയറുകളും സൂപ്പർ മാർക്കറ്റുകളും നാളെ തുറന്ന് പ്രവർത്തിക്കും. മാവേലി സ്റ്റോറുകൾ ഞായറാഴ്ച പ്രവർത്തിക്കില്ല. വിഷു ദിവസം ഫെയറുകൾക്കും സപ്ലൈകോ വിൽപ്പനശാലകൾക്കും അവധിയായിരിക്കും. ISL ഫുട്ബോൾ 11ാം സീസണിന്റെ കലാശപ്പോരിൽ ഇന്ന് കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ഇടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. എതിരാളികൾക്ക് കരുത്തേറുമ്പോൾ അവരെ മെരുക്കാൻ പുത്തൻ തന്ത്രങ്ങളുമായി എത്തുന്ന കൊൽക്കത്തൻ ടീം. വൻ മത്സരങ്ങളിൽ ഉശിരൻ കളി പുറത്തെടുക്കുന്ന സൂപ്പർ താരം സുനിൽ ഛേത്രിയുടെ സ്വന്തം ബംഗളൂരു. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് ISL കലാശപ്പോര് പൊടിപാറും. സെമിയിൽ പൊരുതി കളിച്ച ജംഷഡ്പൂർ FCയെ മറികടന്നാണ് മോഹൻ ബഗാന്റെ വരവ്. FC ഗോവയെ വീഴ്ത്തിയാണ് ബംഗളൂരുവിന്റെ മുന്നേറ്റം. ശാക്തിക ബലാബലത്തിൽ ബഗാനും ബംഗളൂരുവും ഒപ്പത്തിനൊപ്പമാണ്. ഗോളടി വീരൻ സുനിൽ ഛേത്രിയും ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ ഗുർപ്രീത് സിംഗ് സന്ധുവും പ്രതിരോധ താരം രാഹുൽ ബേക്കിയുമൊക്കെ അണിനിരക്കുന്ന ബംഗളൂരു താരനിബിഡം തന്നെ. സുഭാഷിസ് ബോസ്, ലിസ്റ്റൻ കൊളാസോ, സ്പാനിഷ് താരം ആൽബർട്ടോ റോഡ്രിഗസ്, മലയാളി താരം ആഷിഖ് കുരുണിയൻ, പിന്നെ അനിരുദ്ധ് ഥാപ്പ. ബഗാന്റെ സ്കോഡും ഒന്നിനൊന്ന് മെച്ചം. ഇനി രണ്ടും കൽപ്പിച്ച പോരാട്ടമാണ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 181 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺ നേടി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ലക്നൌ 1 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ബീഹാറിൽ നടക്കുന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള കേരള റഗ്ബി ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഈ മാസം 15-ലേക്ക് മാറ്റിയതായി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അറിയിച്ചു. രാവിലെ 10 മണി മുതൽ ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീം തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പൌരസംഗമം സംഘടിപ്പിച്ചു. ആശാപ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. UPSC പരീക്ഷ പ്രമാണിച്ച് നാളെ കൊച്ചി മെട്രോ സർവീസ് നേരത്തെയാക്കി. രാവിലെ 7 മണി മുതൽ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും സർവീസ് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മാലിന്യ നിർമ്മാർജ്ജനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വൃത്തി 2025 ദേശീയ കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കമായി. പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസവത്തിൽ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ സമീപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഓശാന ഞായറിനെ വരവേൽക്കാനൊരുങ്ങിയ വിശ്വാസികൾ. സപ്ലൈകോ വിഷു ഈസ്റ്റർ വിപണികൾ നാളെയും പ്രവർത്തിക്കും.
IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 181 റൺ വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് കിരീട പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.